മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ ഒന്നും തന്നെ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പോയ ഒരു വർഷം. ഈജഡ് സിനിമകൾ മലയാള സിനിമയെ കൊന്നു തിന്നു എന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. ആ സമയത്ത് മലയാളത്തിലെ ഒരു നടന്റെ സിനിമകൾ മാത്രം അന്ന് ഹിറ്റായി, ദിലീപ്. അതിനെക്കുറിച്ചുള്ള കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. അതായത് കൃത്യമായി പറഞ്ഞാൽ 2002 എന്നുള്ള വർഷം. ആ വർഷത്തിൽ ദിലീപിന്റെ സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ വാണിജ്യമായിട്ട് ഹിറ്റായി വന്നത്. എന്നാൽ അതേ വർഷം തന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസിന്റെ എല്ലാ സിനിമകളും റിലീസ് ആയിട്ടുണ്ട്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ജയറാമിന്റെ എല്ലാം. പക്ഷെ ദിലീപ് ചെയ്ത ഈ ഒരു 5 സിനിമകളല്ലാതെ ഒന്നിനും വലിയ രീതിയിലുള്ള ഒരു വിജയം നേടാൻ സാധിച്ചിട്ടേ ഇല്ല. ദിലീപ് ചെയ്ത 5 സിനിമകളിൽ 3 എണ്ണമായിരുന്നു ആ വർഷത്തെ ടോപ്പ് ഗ്രോസർ ആയത്. അതായത് 2002 ഏറ്റവും അധികം കളക്ഷൻ നേടിയ ആദ്യ സിനിമ ദിലീപിന്റെ, രണ്ടാമത്തെ സിനിമ ദിലീപിന്റെ, മൂന്നാമത്തെ സിനിമയും ദിലീപിന്റെ. ആദ്യ സിനിമ മീശമാധവൻ, അതായത് 1ാം റാങ്കിൽ വന്നത് മീശമാധവനാണ്. രണ്ടാമത് വന്നത് കല്യാണരാമൻ, മൂന്നാമത് വന്ന സിനിമ കുഞ്ഞിക്കോൻ. ഈ 3 സിനിമകളാണ് ആ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. ശരിക്കും പറയാൻ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു നടൻ ഇറക്കിയ സിനിമ മാത്രം അന്ന് വൻ ഹിറ്റ് ആവുക. ഇതില് ദിലീപിന്റെ ആദ്യം റിലീസായ സിനിമ മഴത്തുള്ളിക്കിലുക്കമായിരുന്നു. അക്കു അക്ബർ സംവിധാനം ചെയ്ത് ദിലീപ്, നവ്യ നായർ, നെടുമുടി വേണു, അങ്ങനെ വലിയൊരു കാസ്റ്റിൽ വന്ന ഒരു ഡ്രാമയായിട്ട് വന്ന സിനിമയായിരുന്നു ഇത്. ഇതിൽ കോമഡി ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നല്ലൊരു കണ്ടന്റ് പ്രസന്റ് ചെയ്ത സിനിമയായിരുന്നു ഈ സിനിമ. ശാരദ, ഭാരതി എന്നുള്ള 2 മെയിൻ സ്ട്രീം നായികമാര് ഈ സിനിമയിൽ അമ്മവേഷം ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടാളെ നോക്കാൻ വരുന്ന ഒരു മകന്റെ റോളായിരുന്നു ഈ സിനിമയിൽ ദിലീപിനുണ്ടായിരുന്നത്. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവളെ ഇവനോട്ട് പോകുമായിരുന്ന. ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളെ ഓടിപ്പോയി. ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ആ ഒരു കോമഡി ട്രെൻഡോയിൽ ഇങ്ങനെ പോയിട്ട് സെക്കൻഡ് ഹാഫ് അതിനേക്കാൾ മികച്ച ഒരു കണ്ടന്റ് പറഞ്ഞ സിനിമയായിരുന്നു ഇത്. ആ സിനിമയുടെ ഒക്കെ കൂടെ ഇറങ്ങി വടവായിരുന്നു നമ്മുടെ ജയറാമിന്റെ മലയാളി മാമനും അടക്കം. പക്ഷെ അതിനേക്കാൾ എല്ലാം ഏറെ കളക്ഷൻ നേടിയത് അന്ന് ഈ ദിലീപിന്റെ സിനിമയായിരുന്നു. ആ വർഷത്തിലെ മമ്മൂക്കയുടെ ആദ്യ റിലീസ്, അതായത് 2002 മമ്മൂക്കയുടെ ആദ്യ റിലീസ് എന്ന് പറഞ്ഞാൽ ഫാൻഡം എന്നുള്ള സിനിമയായിരുന്നു. ഡെന്നിസ് ജോസഫ് എഴുതി മമ്മൂക്ക ഒരു ഡ്യൂപ്പിന്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു തമിഴ് ടച്ച് കൂടി ഉണ്ടായിരുന്നു. അതായത് തമിഴിലെ ഒരുപാട് ആർട്ടിസ്റ്റ് വന്ന് മലയാളത്തിൽ അഭിനയിച്ച സിനിമയായിരുന്നു ഇത്. പക്ഷേ ഈ സിനിമ അന്ന് വലിയ ബോക്സ് ഓഫീസിലെ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് മാറിയത്. ഇതിന്റെ കൂടെ തന്നെ ഇറങ്ങിയ മറ്റൊരു ദിലീപ് സിനിമയായിരുന്നു കുബേരൻ എന്നുള്ള സിനിമ. കുബേരൻ എന്നുള്ള സിനിമ ആ വർഷത്തെ വലിയ ഹിറ്റായിട്ട് മാറി. സുന്ദർദാസ് സംവിധാനം ചെയ്ത് ദിലീപ്, സംയുക്ത വർമ്മ, കലാഭമണി പോലെ ഒരു വലിയ താരതമ്യം ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ഈ സിനിമ. അങ്ങനെ ദിലീപ് അഭിനയിച്ച 2 സിനിമകൾ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് നിൽക്കുന്നു. മലയാളത്തിലെ ബിഗ് സ്റ്റാർസിന്റെ വക യാതൊരു ഹിറ്റും ആ വർഷം ഉണ്ടായിട്ടില്ല അതിന്റെ തുടക്കത്തിൽ. അത് കഴിഞ്ഞ് മെയ് മാസമൊക്കെ ആയപ്പോഴാണ് ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ റിലീസാകുന്നത്. ആ സിനിമയായിരുന്നു ഒന്നാമൻ. തമ്പി കണ്ണൻ സംവിധാനം ചെയ്ത് ലാലേട്ടന്റെ ഒരു ടിപ്പിക്കൽ മാസ് മസാല സിനിമയായിരുന്നു ഈ ഒന്നാമൻ എന്നുള്ള സിനിമ. പക്ഷെ ആ സിനിമയ്ക്ക് ആ വർഷം വലിയ രീതിയിലുള്ള ഗ്രോസ് ഒന്നും നേടാൻ സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വലിയൊരു ഡിസാസ്റ്റർ ആയിട്ടാണ് ആ സിനിമ മാറിയത്. അതും കഴിഞ്ഞ് ജൂലൈ 4-ാം തീയതി, ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ ഒരു ലക്കി ഡേറ്റ് ആണ് ജൂലൈ 4 എന്നുള്ള ഡേറ്റ്. ആ ജൂലൈ 4-ാം തീയതി റിലീസായ സിനിമയായിരുന്നു മീശമാധവൻ. ദിലീപിന്റെ തന്നെ കരിയറിലെ, ദിലീപിന്റെ നല്ല മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ഹിറ്റായിട്ടാണ് അന്ന് മീശമാധവൻ മാറിയത്. ഇമ്മിണി വലിയ കള്ളന് ഒരു പുതിയ വിളിപ്പേരും മീശമാധവൻ. ലാൽ ജോസ് സംവിധാനം ചെയ്ത് ദിലീപ്, കാവ്യമാധവൻ, ജ്യോതിർമയി, ഹരിശേഷവൻ തുടങ്ങിയ ഒരു വലിയ താരങ്ങളുടെ സിനിമയിലുണ്ടായിരുന്നു. ദിലീപിന്റെ ടിപ്പിക്കൽ കോമഡി നമ്പറും ഇത് കൂടാതെ ദിലീപിനെ കുറച്ചുകൂടെ മാസമായിട്ട് കാണിച്ച സിനിമയായിരുന്നു ഇതേ മീശമാധവൻ എന്നുള്ള സിനിമ. ഈ വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വാങ്ങിയ കടം പെരുകി ഒടുവിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോ 12-ാമത്തെ വയസ്സില് മാധവൻ കള്ളനായി. അതായത് ലാലേട്ടനും മമ്മൂക്കയും മാത്രം മീശ വിരിച്ച കയ്യടി വീഴുന്ന മലയാള സിനിമയിൽ വന്ന് ദിലീപ് കൈയടിപ്പിച്ച സിനിമയായിരുന്നു. അതായത് ദിലീപ് മീശ വിരിച്ച് കൈയടിപ്പിച്ച സിനിമയായിരുന്നു ഇതേ മീശമാധവൻ എന്നുള്ള സിനിമ. മാധവൻ പഠിപ്പ് നിർത്തി കക്കാനിറങ്ങിയത് പഠിത്തത്തിൽ മോശമായിട്ടല്ല, ഏട്ടന്റെ പഠിപ്പ് മുടങ്ങാണ്ടിരിക്കാനാ. ദിലീപിനെ ആ ഒരു ടൈമില് സംഘടനകൾ ബാൻ ചെയ്യുമോ അതുപോലെ എന്തോ ഇഷ്യൂ ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ദിലീപ് വളരെ പവർഫുൾ ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്ത സിനിമയായിരുന്നു ഇതേ മീശമാധവൻ എന്നുള്ള സിനിമ. വഴിപാട് കൃഷ്ണവിലാസത്തിൽ ഭഗീരഥൻ പിള്ള മകൾ രുക്മിണിയുടെയും പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവന്റെയും പേര് നടത്തിയാൽ മതി. കൂട്ടിക്ക ജയേന്ദ്രൻ നായകനായിട്ട് വന്ന ചിരിക്കുടുക്ക, ബിജുമേനൻ നായകനായിട്ട് വന്ന ശിവം, ഇതുപോലുള്ള സിനിമകളെല്ലാം ആ വർഷം റിലീസായി. പക്ഷേ ഈ സിനിമകൾ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ ഒന്നും നേടിയില്ല. അതിനുശേഷം അതായത് നമ്മുടെ ഓണം സീസണിലെത്തിയ മെയിൻ സ്ട്രീം സിനിമയായിരുന്നു താണ്ഡവം. നരസിംഹം പോലെ ഒരു കൾട്ട് ഫാൻ ബേസ് ഉള്ള മാസ് മസാല സിനിമ ഹിറ്റാക്കിയ ഷാജി കൈലാസ് മോഹൻലാൽ ടീമിന്റെ മറ്റൊരു സിനിമയായിരുന്നു ഇതേ താണ്ഡവം. പക്ഷേ ഈ താണ്ഡവം എന്നുള്ള സിനിമയ്ക്ക് ജൂലൈയിൽ റിലീസായ മീശമാധവന് മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതേ വർഷം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു
പൃഥ്വിരാജ് ആദ്യം അഭിനയിച്ച നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ട് ഒരു രാജകുമാരി. രാജസേന സംവിധാനം ചെയ്ത ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിലെ വലിയൊരു ഡിസാസ്റ്റർ സിനിമയായിരുന്നു. ആ വർഷം തന്നെ ആയിരുന്നു ഫഹദ് ഫാസിലിനെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം. കയ്യെത്തും ദൂരത്ത് എന്നുള്ള ഫാസിൽ സിനിമ റിലീസ് ആയതും ഇതേ വർഷമായിരുന്നു. പക്ഷേ ഈ സിനിമകൾ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. ദിലീപിന്റെ ഇതുവരെയുള്ള 3 സിനിമകൾ, അതായത് ആ വർഷം റിലീസായ 3 സിനിമകൾ, മഴത്തുള്ളിക്ക് ആദ്യം ഇറങ്ങുന്നു, പിന്നെ കുബേരൻ ഇറങ്ങുന്നു, പിന്നെ മീശാദൻ ഇറങ്ങുന്നു. ഈ 3 സിനിമകളാണ് ആ വർഷം അതുവരെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സക്സസ് ആയിട്ട് നിന്നത്. പിന്നീട് ഒക്ടോബർ മാസത്തിലാണ് അടുത്ത ദിലീപ് സിനിമ റിലീസ് ആകുന്നത്. അതായത് ഈ ബാബു ബോയ്സ് എന്നുള്ളൊരു കോമഡി എന്റർടൈനർ സിനിമ, അതിന്റെ കൂടെ റിലീസ് ആയ സിനിമയായിരുന്നു കുഞ്ഞിക്കൂന്. ദിലീപിന്റെ ആദ്യമായിട്ട് ദിലീപ് വളരെ ചലഞ്ചിങ് ആയ റോൾ ചെയ്ത സിനിമയും ഇതേ കുഞ്ഞിക്കോൻ എന്നുള്ള സിനിമയായിരുന്നു. ദിലീപ് ഡബിൾ റോളിൽ വന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ കുഞ്ഞിലേക്ക് ആ കുഞ്ഞിക്കോനായിട്ടുള്ള ആ ഒരു കൂനിന്റെ റോളൊക്കെ ദിലീപ് ആണെന്ന് റിയൽ ആയിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതായത് കാണുമ്പോൾ മറ്റൊരാൾ അഭിനയിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ദിലീപ് ഒരു ചലഞ്ചിങ് റോളും കൂടി ചെയ്ത ഒരു വർഷമായിരുന്നു അത്. അതായത് മഴത്തുള്ളിക്കിലുക്കം, കുബേരൻ, മീശമാധവൻ കഴിഞ്ഞ് പിന്നെ ദിലീപിന്റെ റിലീസായ സിനിമ കുഞ്ഞിക്കോനായിരുന്നു. കടഞ്ഞ ചന്ദനമോ നിമ്മേനി വിടർന്ന ചെമ്പകമോ. ഈ സിനിമയെ അന്ന് വലിയ ഹിറ്റായിട്ട് മാറി. ശശി ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ് ഡബിൾ റോളിൽ വന്ന് നവ്യ നായർ മെയിൻ റോൾ ചെയ്ത സിനിമയായിരുന്നു ഈ സിനിമ. ദിലീപിന്റെ കോമഡി നമ്പറായിട്ടൊക്കെ പോകുന്ന അതേപോലെ തന്നെ ദിലീപ് ഈ സിനിമയിൽ ചെയ്ത പ്രസാദ് എന്നുള്ള സീരിയസ് ക്യാരക്ടറും വളരെ അത്ഭുതപ്പെടുത്തി പോകും. കനവിലും നിലവിലും കിളിയേ നീ കണ്ണു കൊണ്ടൊരു കഥ എഴുതി. പിന്നീടാണ് ആ വർഷത്തെ ക്രിസ്മസ് റിലീസ് വരുന്നത്. ക്രിസ്മസ് റിലീസിന് ദിലീപിന്റെ ഒരു സിനിമയാണ് ക്രിസ്മസ് വിന്നറായത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ചതുരംഗം, നമ്മൾ, പിന്നെ റിലീസായത് ദിലീപിന്റെ സിനിമയായ കല്യാണരാമനായിരുന്നു. കുഞ്ചാക്കോ ബോബൻ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലൊക്കെ വന്ന ദിലീപ് നായകനായി ഈ സിനിമയും ബോക്സ് ഓഫീസിലെ വലിയ വിജയമായി. അതായത് ശരിക്കും പറഞ്ഞാൽ ഷാഫി സംവിധാനം ചെയ്ത് ഒരു വലിയ കോമഡി കൂട്ടുകെട്ടായിരുന്നു ഈ സിനിമ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് സിനിമയുടെ വിജയവും. അതായത് ആ വർഷം റിലീസായ 5 സിനിമകൾ, ദിലീപിന്റേതായി റിലീസായ 5 സിനിമകളിൽ 5 സൂപ്പർ ഹിറ്റ്. ഇതിൽ 3 സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ, ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ്. ഇൻഡസ്ട്രി ഹിറ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഇൻഡസ്ട്രി ഹിറ്റ് അല്ലെങ്കിൽ തന്നെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയി മാറി. ഇതും കൂടാതെ ആ വർഷം മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിന്റെ മെൻഷൻ ദിലീപിന്, ഇതുകൂടാതെ ഫിലിം ഫെയർ അവാർഡിലും മികച്ച നടനുള്ള അവാർഡ് മീശമാധവൻ സിനിമയിലെ പെർഫോമൻസിന് ദിലീപിന് കിട്ടി. ഇതും കൂടാതെ ദിലീപ് ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയായ രാജു എന്നുള്ള സിനിമ ആ വർഷമാണ് റിലീസായത്. അതായത് ദിലീപ് നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം ആ വർഷം ഭയങ്കര വലുതായിരുന്നു. ഒരു മലയാള നടൻ നേടാൻ പറ്റാത്ത ടൈപ്പ് ഒരു നേട്ടമാണ്. ശരിക്കും പറയാം ഇനിയുള്ള കാലത്ത് അതുപോലെ സംഭവം ഉണ്ടാവുമെന്ന് തന്നെ ആർക്കും അറിയത്തില്ല. ബി ഗ്രേഡ് സിനിമകൾ മലയാള സിനിമയിൽ വൻ തരംഗം ഉണ്ടാക്കുന്ന സമയത്ത് ദിലീപ് ഇറക്കിയ ഈ 5 സിനിമകളാണ് മലയാളത്തിൽ വലിയ ഹിറ്റായി മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്നും അതൊരു അത്ഭുതമായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ദിലീപിന്റെ ഈ ഒരു 5 സിനിമകളെ കുറിച്ചും ആ സിനിമകൾ ഉണ്ടാക്കിയ നേട്ടത്തെ കുറിച്ചും ഒക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ബൈ.